ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ അത് ഡൗൺലോഡ് സ്പീഡ് കൂടുതലുള്ളതാണോ അതോ അപ്ലോഡ് സ്പീഡ് കൂടുതലുള്ളതാണോ നിങ്ങൾ എടുക്കേണ്ടത്? കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലേ? അതിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ മൊബൈലോ സ്മാർട്ട് ടിവിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അതാണ് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിലൂടെ നിങ്ങൾ വീഡിയോകൾ കാണുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഡൗൺലോഡ് സ്പീഡുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനാണ് ഏറ്റവും അഭികാമ്യം. എന്നാൽ നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ട് അത് സ്ട്രീം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് സ്പീഡിനോടൊപ്പം തന്നെ അപ്ലോഡ് സ്പീഡ് കൂടിയുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ വീട്ടിൽ കുറെ CCTV വെച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങ് വിദേശത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലൂടെ അത് വാച്ച് ചെയ്യുന്നവരാണ് എങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ അപ്ലോഡ് സ്പീഡ് കൂടുതലുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് സ്പീഡുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനുമാണ് നിങ്ങൾക്ക് ആവശ്യം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും നമ്മുടെ ബന്ധുക്കളുമായിട്ടും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാനും ഓൺലൈൻ ആയിരിക്കാനും നമുക്ക് നല്ല അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡുമുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനാണ് ആവശ്യം. ഡൗൺലോഡ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് 4K വീഡിയോകൾ നല്ല സ്മൂത്ത് ആയിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി അപ്ലോഡ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ടപ്പ് ചെയ്ത് നമുക്ക് വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഞാൻ എപ്പോഴും ഫോണിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഫോണിൽ ഉപയോഗിക്കുന്ന വീഡിയോ നെറ്റ്വർക്കാണ്. ഈ അടുത്ത ലാസ്റ്റ് 6 മാസം കൊണ്ട് രാജ്യത്താകമാനം 1 ലക്ഷത്തിൽ പരം ടവറുകളാണ് വി കൂട്ടിച്ചേർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും ഒരേ സമയം ലഭിക്കുന്നത്. എൻ്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ CCTV എനിക്ക് എപ്പോഴും എൻ്റെ മൊബൈലിൽ കാണണം, അത് നല്ല HD ക്വാളിറ്റിയിൽ ഒരു ബഫറിംഗ് ഇല്ലാണ്ട്. അപ്പോൾ അതാണ് ഞാൻ വി സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ്റെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് വരുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ റൺ സ്പീഡ് ടെസ്റ്റ് എന്ന് അമർത്തുക. ആ ഒരു റിസൾട്ട് കിട്ടുന്നത് എത്രയാണ് സ്പീഡെന്ന് ഈ ഒരു വീഡിയോ താഴെ ഒന്ന് കമന്റ് ഇടണം കേട്ടോ.